നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് മുമ്പ് ഇന്ന് രാവിലെ ഞാൻ രണ്ടാമത്തെ ആളെ കോളേജിൽ കൊണ്ടുപോയി ആക്കി. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അയാൾ ഒരുങ്ങുമ്പോൾ ഞാൻ ഡോറിൻ്റെ ഗ്ലാസ് തുറന്നിട്ട് പറഞ്ഞു, മോളെ ശ്രദ്ധിച്ച് നോക്കി ക്രോസ് ചെയ്യൂ, ബൈക്കൊക്കെ വരുന്നുണ്ട്. അവളൊന്ന് ചിരിച്ച് പപ്പ വയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മൂത്താള് ഇപ്പം MSc പഠിക്കുന്നു, അയാളെയും ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവിടുമ്പോൾ ഇതേ കരുതലാണ് കൊടുക്കുക. വീട്ടിൽ ഏറ്റവും കൊച്ചാളുണ്ട്, 1 വയസ്സ് ജസ്റ്റ് കഴിഞ്ഞ എൻ്റെ രാജകുമാരി. ഇത്രയും മുതിർന്നു കഴിഞ്ഞിട്ടും അപ്പൻ എന്നും മക്കൾ ആ കുഞ്ഞ് രാജകുമാരിമാർ തന്നെയാണ്. അവർ വളരുന്നത് അറിയാത്ത ഏക ആള് ആ കുഞ്ഞിൻ്റെ പിതാവായിരിക്കും. എന്നും ആ കുഞ്ഞ് രാജകുമാരിയാണ് എത്ര മുതിർന്നാലും അവരിൽ ഒരു കുഞ്ഞിൻ്റെ പിതാവ് കാണുക. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ അത് പറ്റില്ലല്ലോ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള പീഡിയാട്രിക് പേഷ്യൻസിനെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് ആ ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പിറ്റൻസി ഉള്ള സ്റ്റാഫുകൾ ഉണ്ടാവണം. ആ ഏജ് സ്പെസിഫിക് കോമ്പിറ്റൻസി എന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ഓരോ ഏജിനും, നിയോനാറ്റൽ പേഷ്യൻസ് ആയാലും പീഡിയാട്രിക് ആണെങ്കിലും അഡോളസൻസ് ആണെങ്കിലും അവരുടെ ഒരു ഏജ് സ്പെസിഫിക് ആയിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള അതൊരു വൈഡ് ഏരിയയാണ്. ആ ഏജ് സ്പെക്ട്രം ഓരോ സമയത്തും അവരുടെ ഇമോഷൻസിൻ്റെ രീതി, അവർ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ രീതി, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ രീതി വ്യത്യസ്തമായതുകൊണ്ട് നമ്മുടെ ഡോക്ടേഴ്സും നേഴ്സിംഗ് സ്റ്റാഫും ഏജ് സ്പെസിഫിക് കോമ്പറ്റൻസി ഉള്ളവരായിരിക്കണമെന്നതാണ് 11C COP 11Cയിൽ നമ്മൾ കാണുന്നത്. കമ്മിറ്റ്മെന്റ് കാറ്റഗറി ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. കെയർ ഓഫ് പേഷ്യൻസ് 11ാമത്തെ സ്റ്റാൻഡേർഡിന്റെ 3ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ്, ദോസ് ഹൂ കെയർ ഫോർ ചിൽഡ്രൻ ഹൗ ഏജ് സ്പെസിഫിക് കോമ്പിറ്റൻസി. ഇത് നമുക്ക് ഓർമ്മയിൽ വെക്കാം. നമ്മുടെ ഡോക്ടേഴ്സും നഴ്സസും അത്തരത്തിൽ ക്വാളിഫൈഡ്, ട്രെയിൻഡ്, എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ.